നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവരുടെ ഒന്നും കണ്ണെത്താത്ത ദൂരത്തേക്ക് പോയി നീ സമാധാനത്തോടെ ജീവിക്കണം. എന്തിനാ നീ വന്നത്? എന്റെ കണ്ണീര് കാണാനോ അതോ വീണ്ടും നുണകൾ പറഞ്ഞ് എന്നെ പറ്റിക്കാനോ? പറ, എന്താ എന്താ നീ എന്നോടൊന്നും പറയാത്തത്? എന്റെ എൻഗേജ്മെന്റ് ആയിരുന്നെന്ന് നിനക്കറിയായിരുന്നു. ഇതുവരെ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ആൾ ആ ദീപക്കായിരുന്നു. ഈ നിമിഷം ഞാൻ പറയുന്നു, അവനേക്കാളും 100 ഇരട്ടി നിന്നെ ഞാൻ വെറുക്കുന്നു. ഇറങ്ങ, എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങ. ഋതിക മേഡം എന്നോട് സംസാരിച്ചതും വഴക്ക് പറഞ്ഞതുമൊക്കെ എനിക്ക് സഹിക്കാവുന്നതാ. പക്ഷേ മാഡം എന്നോട് പിണങ്ങിയിരിക്കുന്നത് എന്തോ പോലെ. എത്ര വഴക്ക് വേണമെങ്കിലും ഇനിയും കേൾക്കാൻ ഞാൻ തയ്യാറാ. മാഡത്തിന്റെ മൗനം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. എന്തൊക്കെയായാലും ഋതിക മേഡം നിശ്ചയത്തിന് സമ്മതിച്ചു ഓർക്കുമ്പോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അശ്വിനുമായുള്ള വിവാഹവും വേഗം ഒന്ന് കഴിഞ്ഞ് ഋതിക മേഡം വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന് പോയ ആ ദീപകിന്റെയും അംബിക മേഡത്തിന്റെയും ദൃഷ്ടിയിൽ നിന്ന് ഋതിക മേഡം രക്ഷപ്പെടും. അച്ഛന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി മാത്രം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അച്ഛനെ പിരിഞ്ഞു പോയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ ഈ മോൾക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അച്ഛൻ അറിയോ? എന്തിനാ അച്ഛൻ എന്നെങ്ങനെ ശിക്ഷിക്കുന്ന? എന്ത് തെറ്റാ അച്ഛനോട് ഞാൻ ചെയ്തത്? ഋതുമോളെ, ചെറിയമ്മ ഒരു കാര്യം പറഞ്ഞ മോൾക്ക് ദേഷ്യം തോന്നരുത്. ചെറിയമ്മയുടെ പിണങ്ങും ചെയ്യരുത്. ചെറിയമ്മ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് മോൾക്ക് തോന്നും. പക്ഷേ ചെറിയമ്മ പറയുന്ന അനുസരിക്കണം. അശ്വിനുമായുള്ള ഋതുമോളുടെ വിവാഹം നടക്കണം. ഈ വീട്ടിൽ നാളെ ഇതുവരെ ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ മോൾക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല, മോൾക്ക് പറ്റിയിട്ടില്ല. അറിയാലോ, ഈ വീട്ടിലുള്ളവർ മോൾക്ക് സമാധാനം തരില്ല. ഋതുമോളുടെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കുന്നതിലാ അംബിക ചേച്ചിയുടെയും ദീപകിന്റെയും സന്തോഷം. സ്വന്തം വീട്ടിൽ അനാഥയെ പോലെ ജീവിക്കേണ്ട അവസ്ഥയാ ഋതുമോൾക്ക്. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? സന്തോഷത്തോടെ ഒരു പുതിയ ജീവിതം ഋതുമോൾ ആഗ്രഹിക്കുന്നില്ലേ? ഋതുമോളുടെ എൻഗേജ്മെന്റ് നടക്കാതിരിക്കാനാ ദീപക്കും അംബികേച്ചിയും തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സാധ്യമാകുന്നില്ല. എൻഗേജ്മെന്റ് നടക്കുന്നൊരു ഘട്ടമെത്തിയപ്പോ അംബിക ചേച്ചി പുതിയ അടവെടുത്തിരിക്കുക. ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ മോളെ?
വിവാഹം കഴിച്ച് ഈ വീട്ടിൽ നിന്ന്. ഇവരുടെ ഒന്നും കണ്ണെത്താത്ത ദൂരത്തേക്ക് പോയി നീ സമാധാനത്തോടെ ജീവിക്കണം. നീ പോകണം ഋതു. ചെറിയമ്മ, അച്ഛനെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ പോവും ചെറിയമ്മ? ഈ വിവാഹം കഴിഞ്ഞ പിന്നെ നിനക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. എന്നും സന്തോഷം മാത്രമായിരിക്കും. അശ്വിൻ നല്ല പയ്യനാ. ശ്രീകലേച്ചിയും ഹസ്ബൻഡും ഋതുമോളെ സ്വന്തം മോളെ പോലെ നോക്കും. നല്ല വീടാ, ആസ്തിയുണ്ട്. അവര് തന്നെ കൈവെള്ളയിൽ നിന്ന് താഴെ വെക്കാതെ നോക്കിക്കോളാന്ന് ചെറിയമ്മയ്ക്ക് വാക്ക് തന്നിട്ടുണ്ട്. അമ്മ, രജിച്ചേച്ചി വിവാഹം കഴിഞ്ഞ് പൊക്കഴിഞ്ഞ പിന്നെ ഒരിക്കലും വലിയച്ഛനെ കാണാൻ സാധിക്കില്ല എന്നോർത്ത ചേച്ചി വിഷമിക്കുന്നത്. അതെ ചെറിയമ്മ, അതാ എന്റെ വിഷമം. അതാ വിവാഹം വേണ്ടെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛനെ ഓർത്ത് മോളെ വിഷമിക്കണ്ട. എന്ത് വിശേഷ ദിവസം വന്നാലും ഫംഗ്ഷൻ വന്നാലും മോളുടെ അച്ഛനെ മോളെ കാണിക്കേണ്ട ഉത്തരവാദിത്തം ഈ ചെറിയമ്മയ്ക്കും ചെറിയച്ഛനാ. ഋതിക മാഡം എന്നോട് പിണങ്ങിയിരിക്കുന്നതൊന്നും കാര്യമാക്കാതെ എങ്ങനെയെങ്കിലും മാഡത്തിന് എക്സാമിന് ജയിപ്പിക്കാനായി പ്രിപ്പയർ ചെയ്യണം. വിവാഹം നടക്കുന്നതുവരെ ഋതിക മാഡം ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടാതെ നോക്കണം. എൻഗേജ്മെന്റ് റിംഗ് എക്സ്ചേഞ്ച് മുടങ്ങാൻ അംബിക മാഡം മനഃപൂർവ്വം നടത്തിയ ഗെയിം ആർക്കും മനസ്സിലായിട്ടില്ലെന്നാ അവരുടെ വിചാരം. അമ്മയും മകനും കൂടി വിവാഹം മുടക്കാൻ എന്ത് കളിയും കളിക്കും. എന്ത് റിസ്ക് എടുത്തും ഋതിക മാഡത്തിന്റെ വിവാഹം നടത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.